ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? വെൽക്കം ടു ദ വീഡിയോ. 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള അളവിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 350 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലാം നെയ്യും കൂടി ചേർത്ത് വേണം എടുക്കാൻ. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്, 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, 8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, പിന്നെ പൊടികൾ, കപ്പ, തേങ്ങ, കറിവേപ്പില, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി നന്നായി ചൂടായി വന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മീറ്റ് മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീഫ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങുമെങ്കിലും നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേവിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് മാറ്റി 7 വിസിൽ അടിച്ചാൽ മതിയാകും. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും, പിന്നെ 3 വിസിൽ മീഡിയം ഫ്ലെയിമിലും, 2 വിസിൽ ലോ ഫ്ലെയിമിലും ആയിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. പിന്നെ നിങ്ങൾ എടുക്കുന്ന കുക്കറും അതുപോലെ ബീഫിന്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് ഇതിന്റെ വിസിലിന്റെ എണ്ണം മാറിയേക്കാം. ബീഫ് വേകുമ്പോഴേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 8 അല്ലി കൊച്ചുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കണം. ഒരു മെറൂൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചൂടുള്ള തന്നെ പൊടിച്ചെടുക്കണമെങ്കിൽ നമ്മൾ കല്ലിലിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിനായി 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കപ്പ വേവിക്കാനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റി മാറ്റി വെക്കാം. ഒരു 7 വിസിലടിച്ച് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ബീഫിന്റെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയുടെ മുകളിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ച വറുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കണം. നമ്മുടെ കപ്പ ബിരിയാണി നന്നായി ഇളക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാള കൂടി അരഞ്ഞ് ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.